സി.ജെ. റോയിയുടെ മരണത്തിന്റെ ദുരൂഹത നീക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. മരണത്തിനോട് അടുത്ത ദിവസങ്ങളിൽ സി.ജെ. റോയ് നടത്തിയ ഇന്റർനെറ്റ് കോളുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. റോയ് വിളിച്ചത് ആരെയെന്ന് കണ്ടെത്തുക എന്നത് വളരെ ദുഷ്കരമാണ്. പക്ഷേ ഈ ഇന്റർനെറ്റിന്റെ IP വിലാസം തപ്പിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ഒപ്പം ഹോട്ടലിൽ റോയിയെ സന്ദർശിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഈ നീക്കം നടക്കുന്നത്. അതായത് ഈ നീക്കത്തിൻ്റെ അടിസ്ഥാനം ആ ദിവസങ്ങൾ, മരണത്തിനോട് തൊട്ടടുത്തുള്ള ദിവസങ്ങളിലെ റോയിയുടെ ഈ നീക്കങ്ങൾ മരണത്തിന് കാരണമായ സംഭവത്തിലേക്ക് എത്തിച്ചിരിക്കാം. ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി എന്ന കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം ശ്രമം നടത്തുന്നത്. ആ നീക്കം കൂടിയാണ് ഏറെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. വിശദാംശങ്ങൾ നോക്കാം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, സി.ജെ. റോയ് എന്തുകൊണ്ട് മരിച്ചു എന്ന് കണ്ടെത്തണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ ആക്ഷേപങ്ങൾ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കമുണ്ടായിരുന്നു, സമ്മർദ്ദം ചെലുത്തിയെന്നത്. പക്ഷേ അതിനുമപ്പുറം സി.ജെ. റോയ് നടത്തിയ ചില ഇന്റർനെറ്റ് ഫോൺ കോളുകൾ, അതിനുമപ്പുറം അദ്ദേഹത്തെ സന്ദർശിച്ച് മടങ്ങിയവർ, ഇക്കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താണ് SITയുടെ നീക്കമെന്ന് മനസ്സിലാക്കുന്നു. ഈ ഇന്റർനെറ്റ് കോളുകൾ എന്തിനു അദ്ദേഹം നടത്തി? അദ്ദേഹം വിളിച്ചത് ആരെയാണ്? ആ വ്യക്തികളുടെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ നീക്കങ്ങളോ മരണത്തിന് കാരണമായിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലേക്ക് വരുന്നുണ്ട്. എന്താണ് SITയുടെ നീക്കം? സജിത്ത്, ഇതിൽ റോയിയുടെ മരണത്തിൽ ദുരൂഹത നീക്കേണ്ടതിന് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം എന്തിന് ആത്മഹത്യ ചെയ്തു എന്നത് വലിയ ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. കാരണം അതിലേക്ക് എത്താനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനം ഈ റോയ് അതായത് ബംഗളൂരുവിൽ വന്ന ദിവസം മുതൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച ആ സമയം വരെയും അദ്ദേഹത്തിന് വന്ന ഫോൺ കോളുകളുടെ വിശദാംശങ്ങളും അദ്ദേഹത്തിൻ്റെ അതിഥികൾ ആരൊക്കെ സന്ദർശിച്ചു എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ വിശദമായി അന്വേഷിച്ചാൽ മാത്രമേ ആ രീതിയിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആദായ നികുതി വകുപ്പ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആരൊക്കെയാണ് അതിലെ നിക്ഷേപകർ, ആർക്കൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപാടുകളുണ്ട് എന്നതെല്ലാം തന്നെ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയാണ്. അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് റോയിയോട് എത്താനായിട്ട് ആവശ്യപ്പെടുകയും ഇതിൻ്റെ രേഖകൾ പരിശോധിക്കണമെന്ന് പറയുകയും ചെയ്തത്. ഈ ദിവസങ്ങളിൽ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. റോയ് വിളിച്ചിട്ടുള്ള ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും ദുരൂഹതയുണർത്തുന്നത് ഇൻ്റർനെറ്റ് കോളുകളാണ് ആ സമയത്ത് ഉപയോഗിച്ചതെന്നതാണ്. വളരെ നിർണായകമായ സമയത്ത് റോയിയുടെ ഓഫീസിൽ പരിശോധന നടക്കുന്ന സമയത്ത് റോയ് ഫോൺ ചെയ്തിരുന്നത് ഇൻ്റർനെറ്റ് കോളുകൾ ഉപയോഗിച്ചായിരുന്നു എന്നതെല്ലാം തന്നെ ഇതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ ആരായുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം. ഇതിൽ IP അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൽ അന്വേഷണം നടക്കുന്നത്. നമുക്കറിയാം, ഈ ഇൻ്റർനെറ്റ് കോളുകൾ പലതും തന്നെയും പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത് ഇത് ട്രാക്ക് ചെയ്യാതിരിക്കാനും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഉപയോക്താക്കളെ കണ്ടെത്താതിരിക്കാനും എല്ലാം തന്നെ അത്തരം രഹസ്യ സംഭാഷണങ്ങൾക്ക് പലരും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയാണോ ഉപയോഗിച്ചത്? അതല്ലാതെയും ഉപയോഗിക്കാം. ഇതിനു വേണ്ടിയാണോ ഉപയോഗിച്ചതെന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. റോയിയെ സന്ദർശിച്ചിരുന്നവർ ആരൊക്കെയാണ് എന്നത് ഇതിൽ പ്രാഥമികമായ മൊഴിയെടുക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും താമസിക്കുന്ന വീട്ടിൽ അന്ന് താമസിച്ചിരുന്നില്ല, ആ ദിവസങ്ങളിൽ താമസിച്ചിരുന്നില്ല. അവിടെ അറ്റകുറ്റപ്പണികളായിരുന്നു. അദ്ദേഹം മറ്റൊരു ഹോട്ടലിലാണ്, വലിയൊരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അവിടെ സന്ദർശനത്തിനായി വന്നവരുണ്ട്. അവരുടെ ലിസ്റ്റ് എടുത്ത് അവരിലേക്ക് അന്വേഷണ സംഘം പോകുന്നുണ്ട്. ഒപ്പം അദ്ദേഹം കൊണ്ടുവന്ന ലഗേജുകൾ അതെന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കൂടുതലുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിക്ഷേപകരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ, ഡിജിറ്റൽ ഡിവൈസുകൾ ഇതെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത് ദുബായ് കേന്ദ്രീകരിച്ചാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓഫീസ് സ്റ്റാഫും കുടുംബാംഗങ്ങളും പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോകേണ്ടതുണ്ട്. ഏറ്റവും സംശയാസ്പദം ഈ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുള്ളതാണ്. അതിനുശേഷമാണ് ആത്മഹത്യയിലേക്കെല്ലാം തന്നെ പോയിരിക്കുന്നത്. ഈ ഡയറി കുറിപ്പ് എന്നതെല്ലാം തന്നെ പറയുന്നത് നേരത്തെ തയ്യാറാക്കിയ ഡയറി കുറിപ്പുകളാണ്. അപ്പോൾ അതിനെ ഇദ്ദേഹം മാനസികമായിട്ട് ഒരുങ്ങിയിരുന്നു. കാരണം വലിയ ബിഗ് ട്രബിൾ എന്നതാണ് സഹോദരന് നൽകിയ സന്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നിക്ഷേപകർ സംബന്ധിയായ കാര്യങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നു. അതിൻ്റെ ഒരു മാനസിക സംഘർഷം ഉണ്ടായിരുന്നു എന്നൊരു സംശയമാണ് പൊതുവിൽ നിലനിൽക്കുന്നത്.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഈ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അത്തരം കാര്യങ്ങൾ ആരുമായി സംസാരിച്ചു, ഏറ്റവും അവസാന നിമിഷങ്ങളിൽ ആരുമായി സംസാരിച്ചു എന്നതിൻ്റെ ദുരൂഹത നീക്കേണ്ടതുണ്ട്. വൈകാതെ ഈ IP അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതിൻ്റെ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ആ ഫോൺ കോളുകൾ ഒരുപക്ഷെ ഇതിൽ ഏറ്റവും നിർണായകമായ തെളിവുകളായിരിക്കാം. അവസാന നിമിഷങ്ങൾ ആരോട് എന്ത് സംസാരിച്ചു എന്നത് തന്നെയായിരിക്കാം റോയിയുടെ മരണത്തിലെ ദുരൂഹത നീക്കുന്നതിലെ താക്കോൽ. സജിത്ത, ഡാനി, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഈ ഇദ്ദേഹത്തിൻ്റെ പല നീക്കങ്ങളും സംബന്ധിച്ചും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതല്ല, തെറ്റായ പ്രചരണം നടക്കുന്നതാണ് ഇത് സംബന്ധിച്ചുമെന്ന ആക്ഷേപമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ദുബായിൽ നിന്നും ബംഗളൂരുവിലേക്ക് മടങ്ങി വന്ന CJ റോയ്, അദ്ദേഹം പിന്നീട് വന്ന് താമസിച്ച ഒരു ഹോട്ടലിലാണ്. ആ ഹോട്ടൽ മുറിയിൽ അദ്ദേഹം താമസിച്ചപ്പോൾ, ആഴ്ചകളോളം അദ്ദേഹം താമസിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം അവിടെ താമസിച്ചപ്പോൾ അദ്ദേഹത്തെ വന്ന് കണ്ടുപോയത് ആരൊക്കെയെന്ന് പരിശോധന നടത്തി. ഒരുപക്ഷേ ഈ മരണത്തിനോട് അടുത്ത ദിവസങ്ങളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില സംഭവങ്ങളോ ചില നീക്കങ്ങളോ ഒക്കെ നടന്നിരിക്കാം. സംശയങ്ങളാണ്, തെളിയിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ഇതിലുണ്ടാവുകയാണല്ലോ. കാരണം മരണം ആത്മഹത്യയാണ്. പക്ഷേ അപ്പോൾ ഇത്തരമൊരു വ്യവസായ പ്രമുഖന് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ത് എന്ന സംശയം സ്വാഭാവികമായും ആ കുടുംബത്തിനുണ്ടാവാം. പുറത്തു വന്ന കാരണങ്ങൾ മറ്റൊരു സൂചനകളും നൽകുന്നതുമില്ല. അപ്പോൾ ഈ ഹോട്ടലിലേക്ക് സന്ദർശിച്ചവർ ആരൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ SITയുടെ പരിധിയിലേക്ക് വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സഹിത, കാരണം ഈ ഹോട്ടൽ മുറിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചത് ആരെല്ലാമാണ് എന്നത് ഈ ഫോൺ കോളുകൾ പോലെ തന്നെ അത്രത്തോളം തന്നെ പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ്. കാരണം ഈ സന്ദർശകർ ആരൊക്കെ, ഇതിൽ നിക്ഷേപകരുണ്ടോ, അത്തരം കാര്യങ്ങളുണ്ടോ, അവരുമായി എന്ത് സംസാരിച്ചു എന്നതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരെ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതിൽ ഒരു സാധാരണ രീതിയിലുള്ളൊരു വ്യവസായി അല്ല എന്ന് നമുക്കറിയാം. ഇതിൽ വലിയ രീതിയിലേക്ക് ഫ്ലറിഷ്ഡായി വളരെ പടർന്ന് പന്തലിച്ച ഒരു വ്യവസായി, ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാജ്യത്തിനകത്തും പുറത്തും പേരെടുത്ത ഒരാൾ. അതുമാത്രവുമല്ല, അദ്ദേഹം സംസാരിച്ചു, അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ആത്മവിശ്വാസത്തെക്കുറിച്ച്, മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച്, ഒരു ഇടർച്ചകളുമില്ലാതെ മുന്നോട്ട് പോകാൻ ഇതെല്ലാം തന്നെ ആത്മവിശ്വാസം നൽകുന്ന ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഏതൊരു ദുർബല നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത്. റോയിക്ക് എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ബിസിനസ് സമൂഹത്തിൽ പൊതുവെ ഉയർന്ന ഒരു ചോദ്യം തന്നെയുണ്ടത്. അപ്പോൾ ആ രീതിയിലേക്ക് അതിൻ്റെ ഒരു വ്യക്തതകളിലേക്കെല്ലാം തന്നെ പോകുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിലെ സന്ദർശകർ ആരെല്ലാമായിരുന്നു, അവർ എന്ത് സംസാരിച്ചു, അവർ എത്ര സമയം അവിടെ ചെലവഴിച്ചു എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കെല്ലാം അന്വേഷണ സംഘം നീങ്ങുകയാണ്. അന്വേഷണ സംഘം വൈകാതെ കൊച്ചിയിലേക്ക് അടക്കമെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ കൊച്ചിയും ബംഗളൂരുവും കേന്ദ്രീകരിച്ചാണ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പ്രധാന പ്രൊജക്റ്റുകളും പ്രധാനപ്പെട്ട ഒരിടവും എല്ലാം തന്നെ ഇവിടെ തന്നെയായിരുന്നു. ദുബായിൽ പിന്നീട് മറ്റൊരു കേന്ദ്രമായി മാറിയെങ്കിൽ കൂടിയും ഇവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നതും ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനകൾ ആദ്യം നടന്നിരുന്നതും കൊച്ചിയിൽ നിന്നായിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരുന്നു പിന്നീടും അവിടെ പരിശോധനയ്ക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങൾ, ഇവിടെ നിക്ഷേപക സംബന്ധിയായ കാര്യങ്ങളിലുള്ള അന്വേഷണവും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ നിക്ഷേപം സംബന്ധിച്ച് നിക്ഷേപകർ ആരൊക്കെയാണ് എന്നതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കാരണം അദ്ദേഹത്തെ ഒരുപാട് പേരുമായി സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. അത് ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് പുറത്തും വലിയ രീതിയിലുള്ള സൗഹൃദങ്ങളുണ്ടായിരുന്നു. സിനിമാ മേഖലയും അടക്കമുള്ള മേഖലകളിലുമെല്ലാം അദ്ദേഹത്തിന് സൗഹൃദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടങ്ങളിലെല്ലാം നിക്ഷേപകരുണ്ടായിരുന്നു. അവിടെ നിന്ന് ആ രീതിയിലുള്ളൊരു അന്വേഷണം വേണമോ, അവിടെ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ടോ എന്നതെല്ലാം വരും ദിവസങ്ങളിൽ തീരുമാനിക്കപ്പെടും. സജിത്ത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും CJ റോയിയുടെ മരണത്തിലെ ദുരൂഹത മാറണം. അതിലേക്കാണിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി നമുക്ക് പങ്കുവയ്ക്കാം. നിക്ഷേപകർ കൂട്ടത്തോടെ പിൻവലിച്ചത് CJ റോയ്ക്ക് കടുത്ത മാനസിക സംഘർഷമുണ്ടാക്കിയെന്നാണ് പുറത്തുവരുന്ന പുതിയ ചില വിവരങ്ങൾ. സിനിമാ മേഖലയിൽ നിന്നുള്ളവരടക്കം റോയിയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയിരുന്നു. പക്ഷേ സമീപ നാളുകളായി നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന തോന്നൽ ഈ നിക്ഷേപകരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതോടെ നിക്ഷേപകരിൽ പലരും പിൻവലിഞ്ഞു. കേരളത്തിലെ പ്രവർത്തനങ്ങളെ അടക്കം ഇത് ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ കൂടി നോക്കാം. ഡാനി തുടരുന്നുണ്ട്. ഡാനി,
ഇതിലേക്ക് വരുമ്പോൾ CJ റോയ് നമുക്കറിയാം മലയാള സിനിമയിൽ അദ്ദേഹം നിക്ഷേപിച്ചിരുന്നു. തിരിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബിൽഡേഴ്സ് ഗ്രൂപ്പുകളിൽ നിക്ഷേപിക്കാൻ സിനിമാ മേഖലയിൽ നിന്നുള്ളവരടക്കം മുന്നോട്ട് വന്നിരിക്കാം. അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെടുന്നു എന്നൊരു പ്രശ്നം അദ്ദേഹം നേരിട്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? സജിത്ത്, മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിക്ഷേപങ്ങൾ CJ റോയ് നടത്തിയിരുന്നു. കാരണം വലിയ മുതൽ മുടക്കുള്ള പടങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. വലിയ ബാനറുകളിലുള്ള സിനിമകളുടെ ഒരു നിർമ്മാതാവോ നിർമ്മാണ പങ്കാളിയോ എല്ലാം തന്നെയായിരുന്നു CJ റോയ് വന്നിരുന്നത്. ആ രീതിയിലൊരു വിശ്വാസം അദ്ദേഹത്തിന് സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പം തന്നെ ഇത്തരം നിർമ്മാണ പദ്ധതികളിലൂടെ എല്ലാം തന്നെ കഴിഞ്ഞിരുന്നു. പല ടെലിവിഷൻ ഷോയുടെയും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പോൺസർ എന്ന രീതിയിലേക്ക് വന്നു. വലിയ മെഗാ ടെലിവിഷൻ ഷോകളുടെ അടക്കമുള്ളൊരു പ്രധാനപ്പെട്ട സ്പോൺസർ, അങ്ങനെ സുപരിചിതമായ ഒരു ബ്രാൻഡായി അദ്ദേഹം മാറുകയും ചെയ്യുന്നു. സ്വയം ഒരു ബ്രാൻഡായെല്ലാം മാറുമ്പോൾ അദ്ദേഹത്തിലേക്ക് വിശ്വാസം ആർജിക്കുകയും നിക്ഷേപകർ വരികയും ചെയ്യുന്ന ഒരു സ്വാഭാവികമായ ഒരു വഴിവെട്ടൽ അവിടെ എല്ലാം തന്നെ നടന്നിരുന്നു. അപ്പോൾ അതിലേക്ക് നിരവധിയായ ആളുകളുടെ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. പക്ഷേ ഈ ആദായ നികുതി വകുപ്പിൻ്റെ അടക്കം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അവരുടെ ഇത്തരം ഈ വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണ ഏജൻസികളുടെ റഡാറിലേക്ക് പതുക്കെ കോൺഫറൻസ് ഗ്രൂപ്പ് കടന്നു ചെല്ലുമ്പോൾ ഒരു ആശങ്ക അവരിൽ നിക്ഷേപകരിലുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുകയാണ് ഇപ്പോൾ. ആ രീതിയിലുള്ള പരിശോധനകൾ വരുമ്പോൾ പലപ്പോഴും തങ്ങൾ കൈമാറിയിട്ടുള്ള പണത്തിന് ഒരു കണക്ക് പറയേണ്ടി വരുന്നൊരു ഘട്ടം അവിടെ ഉണ്ടാകുമെങ്കിൽ അത് തങ്ങൾക്ക് സ്വയം കുരുക്കായി മാറുമോ എന്നൊരു ആശങ്ക അവരിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കാരണം ആദായ നികുതി വകുപ്പിൻ്റെ അടക്കമുള്ള ഒരു അന്വേഷണങ്ങൾ കഴിഞ്ഞ് കുറച്ച് നാളുകളായി ഇവർക്ക് മുകളിലുണ്ട്. അപ്പോൾ ഈ പണം പിൻവലിക്കാനുള്ള ഒരു സമ്മർദ്ദം അവർ റോയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന സൂചനകൾ വരുന്നു. അങ്ങനെ ഒരു നിഗമനം അന്വേഷണ ഏജൻസികൾക്കുണ്ട്. ചിലരെങ്കിലും എല്ലാം തന്നെ കാരണം ഒരു ചെറിയ തുകകളോ കാര്യങ്ങളോ ഒന്നുമല്ല, വൻ തുകകൾ തന്നെയാണ്. അത് ഏത് രീതിയിൽ അവർ കൈമാറി എന്നതെല്ലാം തന്നെ അന്വേഷിക്കപ്പെടും എന്നതെല്ലാം തന്നെ പോകുന്നത് തങ്ങൾ കൂടി ഈ അന്വേഷണത്തിൻ്റെ നിഴലിലേക്കെല്ലാം തന്നെ വരുന്നു എന്നൊരു സംശയം അവരിലെല്ലാം തന്നെ ജനിപ്പിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. അങ്ങനെ ചിലരെങ്കിലും ഇത് സമീപിക്കുകയും പണം പിൻവലിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിലടക്കം ചില സൂചനകൾ നിക്ഷേപ സംബന്ധിയായ കാര്യങ്ങളിലുണ്ട്. ചിലയിടങ്ങളിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന ചില വരികൾ ഉണ്ട് എന്നുള്ള സൂചനകൾ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സമ്മർദ്ദമായി മാറിയിട്ടുണ്ടോ? അവർ ഈ ഇൻ്റർനെറ്റ് കോളുകൾ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഇവരിലേക്കെല്ലാമാണോ നീങ്ങുന്നത് എന്നൊരു സംശയം പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്. സിനിമാ മേഖലയും അതിന് പുറത്തുള്ളവരുമുണ്ടോ, മറ്റാരെങ്കിലുമൊക്കെ നിക്ഷേപകരായി വന്നിട്ടുണ്ടോ, ആ നിക്ഷേപകരുടെ പേരുകൾ പുറത്ത് വരേണ്ടതുണ്ട് എന്ന രീതിയിലെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രചരണങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് അവരുടെ ഗ്രൂപ്പ് MD തന്നെ ഇന്ന് പിന്നീട് മാധ്യമങ്ങളിലേക്കെല്ലാം തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തരം ഒരു പ്രചാരണങ്ങളിലേക്ക് അടിപ്പെടരുത് ആരും എന്നതെല്ലാം തന്നെ വന്ന് പ്രതിരോധങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ഏതായാലും അത് സംബന്ധിയായ കാര്യങ്ങളിലും അന്വേഷണം തുടരുന്നുണ്ട്. വൈകാതെ ഒരു വ്യക്തതയിലേക്കെല്ലാം നിക്ഷേപകർ ആര്, ഈ അവസാന നിമിഷങ്ങളിൽ വന്നിരുന്ന ഇൻ്റർനെറ്റ് ഫോൺ കോളുകൾ ആരുടെയെല്ലാമാണ്, ആരെല്ലാമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇതെല്ലാം തന്നെയായിരിക്കും CJ റോയിയുടെ മരണം, ആത്മഹത്യ, അത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയിലേക്ക് കൊണ്ടുവരുന്നതിന് അവരെ എല്ലാം തന്നെ ഈ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാകും സഹായകരമാകുക. സജിത്ത്. യെസ്, എന്തായാലും അതാണ് സാഹചര്യം. ഡാനി സൂചിപ്പിച്ചതുപോലെ അന്വേഷണം നടക്കേണ്ടതുണ്ട്, അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും സിനിമാ മേഖലയിൽ നടക്കുമ്പോൾ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടത് ഒരു പക്ഷേ ആ തരത്തിൽ കമ്പനിയുടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നോ എന്ന സൂചനയൊക്കെ അദ്ദേഹത്തിന് ഇടവച്ചോ, ഇതെന്തായാലും തെളിയിക്കപ്പെടേണ്ടതാണ്. ചില സൂചനകൾ പുറത്തു വരുന്നു എന്ന് മാത്രം. SITയുടെ അന്വേഷണ നീക്കങ്ങളിലൊക്കെ കടന്നു വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും SITയുടെ അന്വേഷണ വഴികൾ ഇങ്ങനെയാണ്, നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന്, നിലവിൽ ആദ്യമുണ്ടായ ആക്ഷേപം പോലെ ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം, ഈ അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദം ഏതെങ്കിലും തരത്തിൽ CJ റോയിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചോ, അതിന് കാരണമായിട്ടുണ്ടോ? നമ്പർ 1 അന്വേഷിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംബന്ധിയായ സാമ്പത്തിക ഇടപാടുകളോ സമ്മർദ്ദങ്ങളോ സാഹചര്യങ്ങളോ ഈ മരണത്തിന് ഇടവച്ചിട്ടുണ്ടോ? ആത്മഹത്യക്ക് അദ്ദേഹം ജീവൻ വേണ്ട എന്ന് വെക്കാനുള്ള കാരണമായി അത് മാറിയിട്ടുണ്ടോ? മൂന്നാമത്തെ കാരണം,
അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇതിന് ഇടവച്ചിട്ടുണ്ടോ? ഈ 3 ഫോക്കസിലേക്കാണ് അന്വേഷണം പോകുന്നത്. ആ വഴികളാണിപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. എന്തായാലും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ തെളിവുകളൊന്നും ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘത്തിന്. പക്ഷേ അന്വേഷണം തുടരുന്നു. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. നമുക്ക് അറിയാം അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. ഇതിനിടയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കൂടി പ്രതികരണം വരുന്നുണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ MT, കേരള ഡിവിഷൻ്റെ MD ആയ CJ റോയ്, ഗ്രൂപ്പ് ഉടമ CJ റോയ് മരിച്ചിട്ടും ചിലർ തങ്ങളെ വേട്ടയാടുകയാണെന്നാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD TA ജോസഫിൻ്റെ പ്രതികരണം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് പിന്നാലെ EDയോ CBIയോ ഇല്ല, തങ്ങളുടെ പക്കൽ കള്ളപ്പണമില്ല, നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പ് അവർ പങ്കുവയ്ക്കുന്നു. റോയിയുടെ മരണം ഒരു തരത്തിലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും TA ജോസഫ് പറയുന്നു. അതിനിടെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസും കേരളത്തിലേക്ക് എത്തും എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം കേൾക്കാം TA ജോസഫിന്റെ വാക്ക്. ഇവിടെ ആക്ച്വലി ദ ബാംഗ്ലൂർ ഡിവിഷൻ വാസ് റൺ ബൈ ചെയർമാൻ ആൻഡ് കേരള ഡിവിഷൻ റൺ ബൈ മീ. ദാറ്റ് വാസ് ദ ഇക്വേഷൻ. സോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഇടപെടില്ല. അപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ കാര്യങ്ങളെല്ലാം അതേപോലെ നടക്കും, ബാംഗ്ലൂരിലെ കാര്യങ്ങൾ അതേപോലെ നടക്കും. അവിടെയും ഇപ്പൊ എന്റെ സഹായങ്ങൾ കൊടുക്കണേ ഞാൻ തീർച്ചയായിട്ടും അവിടെ എന്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഇവിടെ ഈ വേറെ ക്ലയൻസുകളില്ല ഇനി. അപ്പൊ അതുകൊണ്ട് ദർ ഇസ് നോ പ്രോബ്ലം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് പല പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾക്കറിയാം നമ്മൾ മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ. അപ്പോൾ ആ നെഗറ്റീവ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പല പല അലിഗേഷൻ, പല പല കാര്യങ്ങൾ. എന്തോ ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് ബോർഡിലുള്ള ആളെ പോലെയാണ് അവരോട് സംസാരിക്കുന്നത്. പൈസ കൊടുക്കാണ്ട് പൈസ അവിടെ നിന്നെടുത്തു, കട്ടു, മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഇതൊന്നും ഒരു സ്ഥാനവും കമ്പനിയിലില്ല. ഞങ്ങളെ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത്, ഞങ്ങൾ ചെയർമാൻ ടിൽ ദ സെക്യൂരിറ്റി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോയി അന്നു വേണ്ട ആഹാരത്തിനുള്ള പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കമ്പനിയെ കെട്ടിപ്പുറത്തിരിക്കുന്നത്. അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിന്റെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ കള്ളക്കടത്ത് പണമോ അല്ലെങ്കിൽ അവിടത്തെ പണമോ ഇവിടത്തെ പണമൊന്നും ഇവിടെ ഇല്ല 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 ഇല്ല. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതൊന്നും നിങ്ങൾ കേട്ട് ഗവനിക്കണം. എന്നാൽ ഇവരെ ഉണ്ടെങ്കിൽ വരട്ടെ, അതൊക്കെ ആയിട്ട് വരട്ടെ, അപ്പോൾ നമുക്കത് നോക്കാം. അതുപോലെ തന്നെ വേറൊരു അലിഗേഷനാണ് ഞാൻ കേട്ടത്. അതായത് ഇത് EDയുടെ സെർച്ചാണ്, അതുപോലെ തന്നെ FEMAയുടെ ആണോ അല്ലെങ്കിൽ PMLAയുടെ ആണോ അല്ലെങ്കിൽ എന്താണ് CBI, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല പല ന്യൂസ് ചാനലുകളും, അതായത് തേർഡ് റേറ്റ് ന്യൂസ് ചാനലുകളിലല്ല, ന്യൂസ് ചാനൽ ഇൻ ദ സെൻസ് യൂട്യൂബേഴ്സ്, അവരിൽ നിന്നെല്ലാം വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള യൂട്യൂബേഴ്സ്, നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഒരു 4-5 വിരലിലെണ്ണാവുന്നവരാണ് ഇങ്ങനെയുള്ള ഈ ന്യൂസുകളൊക്കെ നെഗറ്റീവ് ന്യൂസുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടത് കാണിക്കുക. ഞാൻ 6-ാം തീയതി തൊട്ട് എൻ്റെ ഓഫീസിൽ ഉണ്ടാവും. കാലത്ത് 8:30 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഞാൻ ഉണ്ടാവും. എനി ടൈം യു ക്യാൻ ബ്രിങ് ഇറ്റ്, ദെൻ ഐ വിൽ റിവാർഡ് യു ദറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ഇല്ലാത്ത കാര്യം, നിങ്ങളെന്തോ കമ്പനിയുടെ അകത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ CBIയിലോ EDയിലോ വർക്ക് ചെയ്യണമെന്ന് പോലെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികൾ വർക്ക്, ഇൻകം ടാക്സുകാരെ കുറിച്ചും കുറെ കാര്യങ്ങൾ. ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് മാനേജ്മെന്റിന്റെ പ്രതികരണം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കർണാടക പോലീസിന്റെ സ്പെഷ്യൽ ടീം കേരളത്തിലേക്ക് കൂടി വരികയാണ്. അന്വേഷണം കേരളത്തിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. കാരണം എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചു, അതിനുള്ള കാരണം എന്താ അന്വേഷണം. സ്വാഭാവികമായും എൻ്റെ വേരുകൾ കേരളത്തിലാണ്. കേരളത്തിലും ബംഗളൂരുവിൽ, ദുബായിൽ, ഇങ്ങനെ 3 ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അവരുടെ ബിസിനസ് ശൃംഖല. അതുകൊണ്ട് സ്വാഭാവികമായും അന്വേഷണം ഇവിടെയും നടക്കും.